തിഹങ്ക ട്രാവലറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ തോരനുമായിട്ടാണ്. വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു തോരൻ. എല്ലാവർക്കും വാഴക്കൂമ്പ് തോരൻ വെക്കാൻ അറിയാം, പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ വേഗം തന്നെ റെസിപ്പി നോക്കാം. വാഴക്കൂമ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഴക്കൂമ്പാണ്. ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 3 കായ ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് അധികം മൂക്കാത്ത കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കറ കൂടുതലുണ്ടായിരിക്കും, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കായ ആദ്യം വേവിച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അധികം കുഴഞ്ഞു പോവൊന്നും വേണ്ട, ഒറ്റ വിസിലത് വെന്ത് കിട്ടും. അതിൻ്റെ ഇടയിൽ വാഴക്കൂമ്പ് നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ച് വെള്ളത്തിലിട്ട് കഴുകി അതൊന്ന് ചെറുതായിട്ട് വാലാൻ വയ്ക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട നമുക്ക്. ആദ്യം തന്നെ ഒരു മൺചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് ധാരാളമായി ചേർക്കുന്നത് ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. അതിനുശേഷം 5 വെളുത്തുള്ളിയും 5 ചെറിയ ഉള്ളിയും അരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് ഒരു വറ്റൽമുളക് കീറിയിടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം എരിവ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി വാട്ടിയെടുക്കാം നമുക്ക്. മൂന്ന് ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഇതുമ്പോൾ മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഴുകി വെള്ളം വല്ലാൻ വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ വാഴക്കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കായം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതിൽ വേറെ ഒന്നിനും ചേർക്കാനില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വെറുതെ വാഴക്കൂമ്പ് തോരൻ വയ്ക്കുന്നതല്ലാണ്ട് ഈ കായം കൂടെ ചേർത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ വീടുകളിൽ ചിലപ്പോൾ മുതിര ഇട്ടിട്ട് വെക്കാറുണ്ട്, ചെറുപയർ ഇട്ടിട്ട് വെക്കാറുണ്ട്, അങ്ങനെ ധാന്യങ്ങൾ ചേർത്തിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഈ കായം കൂടെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ തോരൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.